ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് വില്ലൻ ആൻഡ് യു വാച്ചിങ് വില്ലൻസ് ഇന്റലിജൻസ് പ്രോഗ്രാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പാർട്ട് 5 ആയിട്ടാണ്. ഓൾറെഡി നമ്മൾ 4 പാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, കാണുക. കാരണം 4ാമത്തെ പാർട്ടിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ പാർട്ട് വരുന്നത്. ഓക്കെ, 4ാമത്തെ പാർട്ട് കാണാത്തവർക്ക് വേണ്ടി ഐ ബട്ടണിൽ കൂടി ഞാൻ പിൻ ചെയ്ത് വെക്കാം, അതുകൂടെ കാണാം. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? ഗാഡ്ഗിൽ കമ്മിറ്റിയെ കുറിച്ചായിരുന്നു അല്ലെ. പശ്ചിമഘട്ട സമിതികളിലെ ആദ്യം വരുന്ന കമ്മിറ്റിയായ മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായിട്ടുള്ള ഗാഡ്ഗിൽ കമ്മിറ്റിയെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. 2010 നിലവിൽ വന്നത്. 2011 ഓഗസ്റ്റ് 31 എന്ത് ചെയ്തത്, അവർ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോ ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് 2ാമത്തെ കമ്മിറ്റിയെ കുറിച്ചാണ്, കസ്തൂരി രംഗൻ കമ്മിറ്റി 2013. നോക്കാലോ. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ച് നടപ്പിലാക്കാവുന്ന ശുപാർശകൾ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ 2012 രൂപീകരിച്ചു. അപ്പൊ എപ്പോഴാണ് രൂപീകരിച്ചത്? 2012. ആരാണ് രൂപീകരിച്ചത്? കേന്ദ്ര സർക്കാർ. എന്തിനാണ് രൂപീകരിച്ചത്? ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ച് നടപ്പിലാക്കാവുന്ന ശുപാർശകൾ നൽകാൻ വേണ്ടിയിട്ട്. ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്, ആരായിരുന്നു അധ്യക്ഷൻ? ഡോക്ടർ കെ കസ്തൂരി രംഗനാണ്. ഡോക്ടർ കെ കസ്തൂരി രംഗനാണ് എന്ത്, അധ്യക്ഷൻ. ഇനീഷ്യലോട് ചേർത്ത് പഠിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് തരുന്ന സമയത്ത് ഇനീഷ്യൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടാണ് മാറ്റും. ചിലപ്പോൾ പി കസ്തൂരി രംഗൻ എന്ന് തരാം. പണ്ടൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ഈ പി സച്ചിദാനന്ദനും കെ സച്ചിദാനന്ദനും തമ്മിൽ നമ്മളെ തെറ്റിക്കുന്ന ഒരു പരിപാടി. അപ്പൊ ഇനിയും അത് ചോദിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഇനീഷ്യൽ ചേർത്ത് പഠിക്കുക, ഡോക്ടർ കെ കസ്തൂരി രംഗൻ. ഇനി ഈ കമ്മിറ്റിക്ക് ഒരു ഔദ്യോഗിക നാമമുണ്ട്, ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. HLWG, അതായത് ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ്. ഇനി ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. കസ്തൂരി രംഗൻ കമ്മിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് തിരിച്ചു ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏത് എന്ന് ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും കറക്റ്റ് എന്താ ഉത്തരം? കസ്തൂരി രംഗൻ. കസ്തൂരി രംഗനാണ് എന്തറിയപ്പെടുന്നത്? ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. ഇനി കസ്തൂരി രംഗൻ കമ്മിറ്റി എന്ത് ചെയ്തു? GIS-ഉം റിമോട്ട് സെൻസിങ്ങും അങ്ങനത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പടിഞ്ഞാറൻ ഘട്ടങ്ങളെ 2ആയി തിരിച്ചു. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പടിഞ്ഞാറൻ ഘട്ടങ്ങളെ 2 വിഭാഗങ്ങളായി വേർതിരിച്ചു. എത്ര വിഭാഗങ്ങളായിട്ടാണ് വേർതിരിച്ച്? 2 വിഭാഗങ്ങളായിട്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാലോ. അതിൽ ആദ്യത്തേതാണ് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ്. കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എത്ര ശതമാനം വരുന്നുണ്ട്? 59% കേട്ടോ. ശതമാന കണക്കൊന്ന് പഠിച്ചു വെക്കാം. കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എത്ര ശതമാനമാണ്? 59. ഇനി ഈ കൾച്ചറൽ ലാൻഡ്സ്കേപ്പിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? മനുഷ്യവാസ കേന്ദ്രങ്ങളും കാർഷിക നിലങ്ങളും അടങ്ങിയ പ്രദേശങ്ങൾ. മനുഷ്യവാസ കേന്ദ്രങ്ങളും കാർഷിക നിലങ്ങളും അടങ്ങിയ പ്രദേശങ്ങളാണ് എന്ത്? കൾച്ചറൽ ലാൻഡ്സ്കേപ്പ്. അതായത് ഇപ്പോ മനുഷ്യവാസം ഉള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാടിനോട് ചേർന്നിട്ടുള്ള കുറെ നാട് ഗ്രാമങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അവിടെ ഒരുപാട് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? കൾച്ചറൽ ലാൻഡ്സ്കേപ്പിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഇവിടെ എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ അനുമതി. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനവാസം, കൃഷി, ചെറിയ പട്ടണങ്ങൾ, വനപരിസരം, ഇതൊക്കെ ഏതിലാണ് ഉൾപ്പെടുന്നത്? കൾച്ചറൽ ലാൻഡ്സ്കേപ്പിലാണ്. അപ്പൊ ഈ കൾച്ചറൽ ലാൻഡ്സ്കേപ്പിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ജനവാസം കൂടുതലുള്ള മേഖല, കൃഷി ചെയ്യുന്ന മേഖല, ചെറിയ പട്ടണങ്ങൾ, വനപരിസരമുള്ള മേഖല. ഓക്കെ, ഇതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നു? കൾച്ചറൽ ലാൻഡ്സ്കേപ്പിൽ ഉൾപ്പെടുന്നു. അപ്പൊ എത്ര ശതമാനമാണ്? 59%, 59%. ഓക്കെ. ഇനി രണ്ടാമത്തെ തലം ഏതാണ്? നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് കേട്ടോ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് എത്ര ശതമാനമാണെന്ന് PYQ ചോദിച്ചിട്ടുണ്ട്. 41% കേട്ടോ. നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് 41%. ഇനി ഇവിടെ എന്തൊക്കെയാണ്? കുറഞ്ഞ ജനസംഖ്യയും ഉയർന്ന ജൈവ വൈവിധ്യവുമുള്ള പ്രദേശങ്ങൾ. അപ്പൊ ഈ നാച്ചുറൽ ലാൻഡ്സ്കേപ്പിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? കുറഞ്ഞ ജനസംഖ്യ, അവിടെ എന്തായിരിക്കും? ജനവാസം കുറവായിരിക്കും. പക്ഷെ എന്ത് കൂടുതലായിരിക്കും? ജൈവ വൈവിധ്യം കൂടുതലായിരിക്കും. അതായത് കുറഞ്ഞ ജനസംഖ്യയും ഉയർന്ന ജൈവ വൈവിധ്യവുമുള്ള പ്രദേശങ്ങളാണ് നാച്ചുറൽ ലാൻഡ്സ്കേപ്പിൽ ഉൾപ്പെടുന്നത്. ഇനി ഈ പ്രദേശത്തെ എന്തറിയപ്പെടുന്നുണ്ട്? ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ, ESA ആയി നിർദ്ദേശിച്ച ഏതിനെയാണ്? നാച്ചുറൽ ലാൻഡ്സ്കേപ്പിനെയാണ് കേട്ടോ. അപ്പോ കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ ESA ആയി നിർദ്ദേശിച്ച ഭാഗം ഏത്, അല്ലെങ്കിൽ വിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് ആണ്. നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്. ഇനി ഇതിൽ വനമേഖലകൾ, സംരക്ഷിത പ്രദേശങ്ങൾ, വന്യജീവി ആവാസ ഭൂമികൾ ഇവ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. നമ്മുടെ സൈലന്റ് വാലി, പാലക്കാട് ജില്ലയിലുള്ള സൈലന്റ് വാലി,
ഇരവികുളം, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, ഇതൊക്കെ എന്താണ്? ദേശീയോദ്യാനങ്ങളാണ്. അതുപോലെ വന്യജീവി സങ്കേതങ്ങളുണ്ട്. ഇതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഈ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ റാന്നി, കോന്നി എന്നൊക്കെ പറയുന്ന സംരക്ഷിത റിസർവ്ഡ് ഫോറസ്റ്റ് അല്ലെ, അതൊക്കെ എന്തിൽ ഉൾപ്പെടും? ഈ നാച്ചുറൽ ലാൻഡ്സ്കേപ്പിൽ ഉൾപ്പെടും. ഇനി ESA പ്രദേശങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ESAയിൽ തടയേണ്ട അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ട ചില പ്രവർത്തനങ്ങൾ. നിയന്ത്രിക്കേണ്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നോക്കാം. പൂർണ്ണമായും നിരോധിക്കേണ്ടത്, അതായത് ഒട്ടും പാടില്ല, പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? നിരോധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെയാണ് ഇത് ഖനനം, മൈനിങ്. ഖനനം, പ്രത്യേകിച്ച് ഇരുമ്പ്, ബോക്സൈറ്റ്. ഇരുമ്പും ബോക്സൈറ്റും ഖനനം ഒരു കാരണവശാലും പാടില്ല. ഖനനമേ പാടില്ല. പൂർണ്ണമായും നാച്ചുറൽ ലാൻഡ്സ്കേപ്പിൽ നിന്ന് നിരോധിച്ചിട്ടുണ്ട്. ഖനനം അഥവാ മൈനിങ് നിരോധിച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ് ആണ് താപവൈദ്യുത നിലയങ്ങൾ. താപവൈദ്യുത നിലയങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? സ്ഥാപിക്കാൻ പാടില്ല. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്തില്ല? അനുമതിയില്ല. പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. തെർമൽ പവർ പ്ലാന്റ്സ് എന്ത് ചെയ്യാൻ പാടില്ല? അനുവദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവിടെ തുടങ്ങാൻ പാടില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുതിയ റെഡ് ആൻഡ് ഓറഞ്ച് കാറ്റഗറി അല്ലെ, അതായത് ഹൈലി ഇന്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൊറോസീവ് ആയിട്ടുള്ള, പ്രകൃതിക്ക് നാശം വരുത്തുന്ന രീതിക്കുള്ള ഹൈ എൻഡ് വ്യവസായങ്ങളുണ്ട്. കൂടുതലും എന്ത് ചെയ്യുന്നില്ല? ഇന്ത്യയിലില്ല. എങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എവിടെ പാടില്ല? ഇങ്ങനത്തെ നാച്ചുറൽ ലാൻഡ്സ്കേപ്പിൽ, സംരക്ഷിത പ്രദേശങ്ങളിൽ പാടില്ല. റെഡ് ആൻഡ് ഓറഞ്ച് കാറ്റഗറി കേട്ടോ. അപ്പൊ അത് ഏത് കാറ്റഗറിയാണെന്ന് പഠിച്ചു വെച്ചേ, റെഡ് ആൻഡ് ഓറഞ്ച് കാറ്റഗറി. ഇനി അടുത്തത് എന്ത് പാടില്ല? കോറികളും കല്ല് ഖനനവും പാടില്ല. കോറികളും കല്ല് ഖനനവും പാടില്ല. അടുത്ത പോയിന്റ് ആണ് തടാകങ്ങളും നദീതടങ്ങളും നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ. തടാകങ്ങളും നദീതടങ്ങളും നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ. അങ്ങനെ പറഞ്ഞ എന്താ? അതായത് ചില ഫാക്ടറികളിൽ നിന്ന് വരുന്ന മറ്റേ വേസ്റ്റേജ് വാട്ടർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മലിനജലം, ഇതൊക്കെ എന്ത് ചെയ്യും? തടാകങ്ങളെയും നദീതടങ്ങളെയും നശിപ്പിക്കും. അപ്പോ അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും എവിടെ പാടില്ല? ഈ നാച്ചുറൽ ലാൻഡ്സ്കേപ്പിൽ പാടില്ല. വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകൾ, ഓക്കെ, വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകൾ എവിടെ പാടില്ല? ഈ നാച്ചുറൽ ലാൻഡ്സ്കേപ്പിൽ പാടില്ല. അതിനൊരു പരിധി പറയുന്നുണ്ട്. ഗ്രേറ്റർ ദാൻ 25 മെഗാവാട്ട്. ഓക്കെ, 25 മെഗാവാട്ടിൽ കൂടുതലുള്ള പ്രൊജക്ടുകളൊന്നും എവിടെ പാടില്ല? ഈ നാച്ചുറൽ ലാൻഡ്സ്കേപ്പിൽ പാടില്ല. ഓക്കെ, അടുത്തത് ഇനി നമ്മൾ നിയന്ത്രിക്കേണ്ടത് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അനുവദിക്കാവുന്ന അല്ലെങ്കിൽ നിയന്ത്രിത പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? അനുവദിക്കാവുന്ന നിയന്ത്രിത പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. പരമ്പരാഗത കൃഷി പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം? അനുവദിക്കണം. കാരണം ഞാൻ ഒരു ഉദാഹരണം പറയാം കേട്ടോ. ഇപ്പൊ നമ്മുടെ എന്താ പറയാ, സംരക്ഷിത വനപ്രദേശത്തിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, അവിടെ ജനിച്ചു വളർന്ന് അവിടെ ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവും. അവരുടെ പ്രധാന വരുമാന മാർഗം അല്ലെങ്കിൽ അവരുടെ ജീവിത വരുമാനം എന്ന് പറയുന്ന ഒരു സംഭവം എന്തായിരിക്കും? കൃഷിയായിരിക്കും. മോർ ഓവർ എന്തായിരിക്കും? കൃഷിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കൃഷി, അതാണ് എന്ത് ഈ പരമ്പരാഗത കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ കൃഷി എന്ത് ചെയ്യാം? അവിടെ അനുവദിക്കാം. ഇനി ആസ് യൂഷ്വൽ അതിന്റെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ചെറുകിട വീടുകളും ചെറിയ റോഡുകളും. ഇങ്ങനെ ഒരു ജനവിഭാഗം അവിടെ താമസിക്കുമ്പോൾ അവർക്ക് ജീവിക്കാൻ എന്ത് വേണം? ഒരു കൂര വേണം, അല്ലെങ്കിൽ ഒരു വീട് വേണം. ഓക്കെ, അതാണ് ചെറിയ വീടുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചെറിയ റോഡുകൾ, അവർക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ള പാതകൾ വേണം, അതാണ് ചെറിയ റോഡുകൾ. അതും എന്ത് ചെയ്യാം? അവിടെ അനുവദിക്കാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞു എന്ത് പാടില്ല? വലിയ വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ടുകൾ പാടില്ല. എന്നാൽ നിലവിലുള്ള ജലവൈദ്യുത പദ്ധതികൾ എന്ത് ചെയ്യണം? തുടരണം. പക്ഷേ പുതിയവയ്ക്ക് എന്തില്ല? അനുമതിയില്ല. അതിന് കർശന നിയന്ത്രണമാണ്. ഓക്കെ, അപ്പോൾ പൂർണ്ണമായും നിരോധിക്കേണ്ടതും നിയന്ത്രിത പ്രവർത്തനങ്ങളും പറഞ്ഞു. അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിശദമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇതുവരെയും വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇനി ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ടും കേരളവുമായിട്ടുള്ള ബന്ധം എന്താണ്? ഓക്കെ, ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ടും കേരളവുമായിട്ടുള്ള ബന്ധം. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ കേരളത്തിലെ ഈ 123 ഗ്രാമങ്ങൾ കേട്ടോ, ആ നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. 1, 2, 3 123 ഗ്രാമങ്ങൾ എന്തിനു പെടുന്നുണ്ട്? എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ, അതായത് ESAയിൽ ഉൾപ്പെടുന്നു. എത്ര ഗ്രാമങ്ങളാണ്? 123 ഗ്രാമങ്ങൾ കേട്ടോ. അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാമേ. നിങ്ങൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്, 12th ലെവലാണ്, സ്റ്റേറ്റ്മെന്റ് അങ്ങനെ അധികം വരില്ല. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് കുറേ PYQ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുക. ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റിയൊരു പോയിന്റ് ആണ് 123 ഗ്രാമങ്ങൾ എവിടെ നിന്ന്? കേരളത്തിൽ നിന്ന്. എന്തില്? ESAയിൽ ഉൾപ്പെടുന്നു. ഇനി ഖനനം, കോറികൾ എന്നിവയിൽ വലിയ നിയന്ത്രണം വരുത്തുന്നതിനാൽ കേരളത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായി. അപ്പൊ നമുക്കറിയാലോ അല്ലെ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എതിർപ്പ് വരും. അതാണ് ഖനനം, കോറികൾ.
ഈ കോറികളും ഖനനവും ഇതിനെ മാത്രം ബേസ് ചെയ്തിട്ട് കേരളത്തിൽ ഒരുപാട് ഇഷ്യൂസ് പണ്ടുണ്ടായിട്ടുണ്ട് അല്ലെ. മണൽ മാഫിയ, ഖനനം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ കല്ല് പൊട്ടിക്കല്, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ആ സമയമായിരുന്നു ഈ 2013 എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ടൈമിൽ കേരളത്തിൽ നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായി ഈ ഖനനവും കോറികളൊക്കെ നിയന്ത്രിച്ചപ്പോൾ. ഓക്കെ, എന്ത് ചെയ്തു, അങ്ങനെ പിന്നീട് ESA പരിധി കുറയ്ക്കുന്ന തരത്തിൽ കേന്ദ്രം എന്ത് ചെയ്തിട്ടുണ്ട്, പല മാറ്റങ്ങൾ നിർദ്ദേശിച്ചു. അതായത് കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ പരിധി കുറയ്ക്കണം, അതിൻ്റെയൊക്കെ പരിധി കുറയ്ക്കുന്ന രീതിയിൽ എന്ത് ചെയ്തു, കേന്ദ്രം പല മാറ്റങ്ങളും നിർദ്ദേശിച്ചു. ഓക്കെ, ഇനി എന്തായിരുന്നു ഈ റിപ്പോർട്ടിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ? ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ് നോക്കാം. പടിഞ്ഞാറൻ ഘട്ടത്തിന് ജൈവ വൈവിധ്യം സംരക്ഷിക്കുക. എന്താണ് പടിഞ്ഞാറൻ ഘട്ടത്തിന്റെ ജൈവ വൈവിധ്യം എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. ഇനി സുസ്ഥിര വികസനം ഉറപ്പാക്കുക, സുസ്ഥിര വികസനം ഉറപ്പാക്കുക, സുസ്ഥിര വികസനം ഉറപ്പാക്കുക. മൂന്നാമത്തേത് ജനവാസ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് അനാവശ്യ നിയന്ത്രണം ഒഴിവാക്കുക. ഇങ്ങനത്തെ ജനവാസ മേഖലകൾ എന്ത് ചെയ്യണം, അവിടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അതായത് ഇപ്പോൾ നമുക്ക് ATM ഒക്കെ എടുക്കാം. ATMലൊക്കെ നമ്മൾ പൈസ എടുക്കാൻ പോകുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടല്ലേ, ഡേ ബൈ 2 ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എന്ത് പാടില്ല, അനാവശ്യ നിയന്ത്രണം പാടില്ല. അതായത് നിങ്ങൾക്ക് ഒരു മാസം 100 രൂപ ചെലവാക്കാൻ പാടുള്ളൂ, ഒരു മാസം 10 രൂപ ചെലവാക്കാൻ പാടുള്ളൂ, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഓക്കെ, എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ കൂടുതൽ ചെലവാക്കേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ പണം ആവശ്യം വരുമ്പോൾ അതിനായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ അനാവശ്യ നിയന്ത്രണം കേട്ടോ, അനാവശ്യ നിയന്ത്രണം എന്ത് ചെയ്യണം, ഒഴിവാക്കുക. ഇനി ഉയർന്ന ജൈവ വൈവിധ്യമുള്ള പ്രദേശങ്ങളിൽ ഉപരിതല അല്ലെങ്കിൽ ഭൂഗർഭ വിഭവങ്ങളുടെ കുറ്റകൃത്യ ഉപയോഗം തടയുക. ഓക്കെ, ഭൂഗർഭ വിഭവങ്ങൾ, അതായത് ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ നല്ല ജൈവ വൈവിധ്യമുള്ള ഇപ്പോൾ ചന്ദനക്കാടുകളിലൊക്കെ ചന്ദനത്തെ കടത്തി മുറിച്ച് വിൽക്കുക. പുഷ്പ സിനിമയിലൊക്കെ കണ്ടില്ലേ നമ്മൾ. ഓക്കെ, അതൊക്കെ ഭയങ്കര ഹീറോയിസ് ആയിട്ട് കാണിക്കുകയാണല്ലേ. പക്ഷെ അതല്ല, അതെന്താണ്, നമ്മുടെ പ്രകൃതിക്ക് വളരെ വലിയ ദോഷം സൃഷ്ടിക്കുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ. നമ്മളൊരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന നിലയിൽ നമ്മളൊരു ഓഫീസറായി നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കണം, കാടിനെ സംരക്ഷിക്കാൻ പഠിക്കണം. ഓക്കെ, അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ഹീറോയിസമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ഹീറോയിസം ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. ഓക്കെ, അതൊരു ഏരിയയാണ്. നമ്മൾ ഹീറോ എന്ന് മാത്രം ചിന്തിച്ചിരുന്ന ഒന്നും നടക്കില്ല. ഓക്കെ, എൻ്റെ പേര് തന്നെ കണ്ടില്ലേ, വില്ലൻ. സോ എപ്പോഴും എന്ത് ചെയ്യണം, ഓപ്പോസിറ്റായി ചിന്തിച്ചു നോക്കണം. എന്ത് കാര്യം കാണുമ്പോൾ അത് ശരിയാണെന്ന് തെറ്റിദ്ധരിക്കാതെ നമ്മുടെ രീതിയിൽ ചിന്തിച്ച് മുന്നേറാൻ പഠിക്കണം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് തിരിച്ച് ടോപ്പിക്കിലേക്ക് വരാം. അടുത്തത്, അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ചാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ റാങ്ക് ഫയലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അത് 4-5 പോയിന്റേ പറയുന്നുള്ളൂ. പക്ഷെ അതിലും കൂടുതൽ നമ്മൾ നല്ല വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമന്റും സപ്പോർട്ടും ആണ് നമ്മുടെ ഏറ്റവും വലിയ ഊർജ്ജം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നമുക്ക് അടുത്ത പഠിക്കാനുള്ള കമ്മിറ്റി ഏതാണ്? ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയാണ് കേട്ടോ. ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി 2013 തന്നെ വന്നിട്ടുള്ള ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റികളൊക്കെ കണക്റ്റഡ് ആണ്. അതായത് ആദ്യം വന്നത് ഗാഡ്ഗിൽ കമ്മിറ്റി. ആ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ വന്നതാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി. കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ, ആരാണ്? കേരള സർക്കാർ, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ കേരള സർക്കാർ രൂപീകരിച്ച സമിതി ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 ഏതാണ് കേരള സർക്കാർ നിയമിച്ചത്? ഉമ്മൻ വി ഉമ്മൻ ആണ് കേട്ടോ, ഉമ്മൻ വി ഉമ്മൻ. ഇനി ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയെ നിയമിച്ച കേരള മുഖ്യമന്ത്രി ആരാണ്? അത് നമ്മുടെ ഉമ്മൻചാണ്ടിയാണ് അല്ലെ. ഓക്കെ, അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ചോദ്യം ഇനിയും ചോദിക്കാൻ വളരെ റെലവന്റ് ആയ ഒരു കാര്യം കൂടിയാണ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രിബ്യൂട്ട് ആയിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയെ നിയമിച്ച കേരള മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ഉമ്മൻചാണ്ടിയാണ്. ഓക്കെ, ഇനി എന്തായിരുന്നു ഈ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയുടെ പ്രധാന ശുപാർശകൾ? അതിലൊന്നാണ് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ അഥവാ എൻവയോൺമെന്റലി ഫ്രജൈൽ ലാൻഡ്, EFL കേട്ടോ. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള ആ ടേംസ് ഉണ്ടല്ലോ, ഞാനത് പച്ച കളറിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഓക്കെ, നേരത്തെ നമ്മൾ കസ്തൂരിരംഗനിൽ പഠിച്ചത് എന്തായിരുന്നു? എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ, ESA. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്താണ്? അപ്പൊ നമ്മൾ ഓരോന്നിനും പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ പഠിച്ചത് എന്തായിരുന്നു? കസ്തൂരിരംഗൻ കമ്മിറ്റിയിൽ ESA, എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ, ESA. ഇവിടെ പഠിക്കുന്നത് എന്താണ്? ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയിലെ എൻവയോൺമെന്റലി ഫ്രജൈൽ ലാൻഡ്, EFL ആണ് കേട്ടോ, EFL. അപ്പൊ അത് വളരെ പ്രധാനമാണ്. അപ്പൊ എന്താണ്? പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളെ എൻവയോൺമെന്റലി ഫ്രജൈൽ ലാൻഡിൽ വാക്യങ്ങൾ മാറ്റം വരുത്താൻ സർക്കാരിനോട് ശുപാർശ ചെയ്തു. ഓക്കെ, ഇനി EFL നിശ്ചയിക്കാൻ കമ്മിറ്റി ഉപഗ്രഹ സർവേ നടത്തി. ഉപഗ്രഹ സർവേ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സാറ്റലൈറ്റ് സർവേ നടത്തിയത് അല്ലെങ്കിൽ ഉപഗ്രഹ സർവേ നടത്തിയ കമ്മിറ്റി ഏത് എന്ന് ചോദിക്കാം. ഉപഗ്രഹ സർവേ നടത്തിയത് ആരാണ്? ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയാണ്. ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. ഇനി
കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരമുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി നിർത്താൻ കമ്മിറ്റി ശുപാർശ ചെയ്തു. അപ്പൊ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒരു ഭൂമി ഏറ്റെടുക്കൽ നടപടി ഉണ്ടായിരുന്നു കേട്ടോ. ആ ഭൂമി ഏറ്റെടുക്കൽ നടപടി നിർത്തലാക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? അത് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയാണ് കേട്ടോ. ഇനി സമിതി കർഷക അനുകൂല ശുപാർശകൾ നടത്തി. സമിതി എന്ത് ചെയ്തിട്ടുണ്ട്? കർഷക അനുകൂല ശുപാർശകളാണ് കൂടുതലും പ്രൊമോട്ട് ചെയ്തത്. ഓക്കെ, അതിന്റെ ഉദാഹരണമായിട്ട് പറയുകയാണെന്ന് കണ്ടോ. ഉദാഹരണം, ജനവാസ മേഖലകളെയും തോട്ടങ്ങളെയും ESAയുടെ പരിധിയിൽ നിന്ന് മാറ്റി. അപ്പൊ ESA എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയയിൽ നിന്ന് എന്ത് മാറ്റി? ജനവാസ മേഖലകളെയും തോട്ടങ്ങളെയും എന്ത് ചെയ്തു? അതിൽ നിന്ന് മാറ്റി. ഇനി മാധവ് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളിൽ പറഞ്ഞ ESA പ്രദേശങ്ങളിൽ ഫീൽഡ് സർവേ നടത്തി. ഫീൽഡ് സർവേ നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? ഉപഗ്രഹ സർവേ അല്ലെ. അപ്പൊ ഫീൽഡ് സർവേ നടത്തിയത് ആരാണ്? ഉമ്മനാണ് ഫീൽഡ് സർവേ. ഇനി വനഭൂമിയും മനുഷ്യവാസ മേഖലയും തരംതിരിക്കാനും സമിതി ശുപാർശ ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? വനഭൂമിയും മനുഷ്യവാസ മേഖലയും എന്ത് ചെയ്യണം? തരംതിരിക്കണം എന്നും ആര് ശുപാർശ ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഉമ്മൻ വി കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇനി മനുഷ്യവാസ കേന്ദ്രങ്ങളെ ESA കാറ്റഗറിയിൽ നിന്നും മാറ്റണം എന്ന് ശുപാർശ ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? മനുഷ്യവാസ കേന്ദ്രങ്ങളെ ESA കാറ്റഗറിയിൽ നിന്നും മാറ്റണം എന്ന് ശുപാർശ ചെയ്തു. കണ്ടോ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. മനുഷ്യവാസ മേഖലകൾ എന്താവാൻ പാടില്ല? എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയയിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞു. ഇനി ഈ റിപ്പോർട്ട് പ്രകാരം വനത്തിൽ മൃഗങ്ങൾ കയറാതിരിക്കാൻ വേലികൾ കെട്ടണമെന്ന് ശുപാർശ ചെയ്തു. അപ്പൊ ഈ റിപ്പോർട്ട് പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്? വനത്തിൽ മൃഗങ്ങൾ കയറാതിരിക്കാൻ വേലികൾ കെട്ടണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിക്കാം കേട്ടോ. മൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ഒരു ലിറ്റിൽ ട്രിക്കി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വനത്തിൽ മൃഗങ്ങൾ കയറാതിരിക്കുക. ഇപ്പോൾ മൃഗങ്ങൾ പിന്നെ എവിടെ പോകും സാറേ എന്ന് ചോദിക്കരുത്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംരക്ഷിത വനങ്ങൾ ഉണ്ടാവും അല്ലെ. അതായത് അവിടെ ഭയങ്കര അമൂല്യമായ നമ്മുടെ സസ്യങ്ങളും ജന്തുജീവജാലങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടേക്ക് ഇപ്പോൾ ഒരു കാട്ടാനയോ ഒരു കടുവയോ ഒക്കെ കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ സംരക്ഷിതമായിട്ടുള്ള മേഖലയിലേക്ക് എന്ത് ചെയ്യണം? മൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വേലികൾ കെട്ടണമെന്നാണ് ശുപാർശ ചെയ്തത് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് എന്താണ്? കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരമുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി നിർത്താൻ കമ്മിറ്റി ശുപാർശ ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലേ, കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിർത്താൻ ആര് ശുപാർശ ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഉമ്മൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള പശ്ചിമഘട്ട സമിതികളെ കുറിച്ചുള്ള ബാക്കി 2 കമ്മിറ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് പഠിക്കും? വനങ്ങൾ ലോകത്തെ കുറിച്ച് പഠിക്കും. ഓൾറെഡി കേരളവും ഇന്ത്യയും നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ വനങ്ങളെക്കുറിച്ചും കേരളത്തിലെ വനങ്ങളെക്കുറിച്ചും വീഡിയോ കാണാത്തൊരു ആ വീഡിയോകൾ കാണുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഞാൻ പിന്നെയും പറയുന്നുണ്ട്, നമ്മൾ ഈ ഒരു വീഡിയോ മാത്രം കാണരുത്. പ്ലേലിസ്റ്റിൽ നമ്മൾ മുന്നത്തെ 4 പാർട്ട് ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഒക്കെ ആ പ്ലേലിസ്റ്റ് തന്നെ കിടക്കുന്നുണ്ട്. ആ പ്ലേലിസ്റ്റ് നിങ്ങൾ കാണണം. ആ പ്ലേലിസ്റ്റ് കണ്ടിട്ട് ഈ ക്ലാസ് കൂടെ കാണുക. ഓക്കെ, വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് വില്ലൻ സൈനിങ് ഓഫ്.